ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ച അദ്വൈതാനുഭൂതി എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 61 ശ്ലോകം. പ്രപഞ്ചമായി കാണപ്പെടുന്ന സ്ഥൂല ദൃശ്യം ബോധതത്വമില്ലെങ്കിൽ പ്രകാശിക്കുകയേയില്ല. ഭാസ്യം മേഘാതികം ഭാനുർ ഭാസയൻ പ്രതിഭാസത്തെ തഥാ സ്ഥൂലാദികം ഭാസ്യം ഭാസയൻ പ്രതിഭാത്യയം. മേഘാദികം ഭാസ്യം, മേഘം മുതലായ പ്രകാശിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങളെ ഭാസയൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭാനുഹു സൂര്യൻ പ്രതിഭാസത്തെ താൻ പ്രകാശിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുകയാണ്. തഥാ അതുപോലെ സ്ഥൂലാദികം ഭാസ്യം, സ്ഥൂലപ്രപഞ്ചം മുതലായ പ്രകാശിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങളെ ഭാസയന് പ്രകാശിപ്പിച്ചുകൊണ്ട് അയം ബോധാദ്വൈതം പ്രതിഭാതി തൻ്റെ പ്രകാശിക്കൽ വിളിച്ചറിയിക്കുന്നു. മേഘം മുതലായ പ്രകാശിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് സൂര്യൻ താൻ പ്രകാശിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുകയാണ്. അതുപോലെ സ്ഥൂലപ്രപഞ്ചം മുതലായ പ്രകാശിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ബോധാദ്വൈതം തൻ്റെ പ്രകാശിക്കൽ വിളിച്ചറിയിക്കുന്നു. പ്രതിഭാത്യയം, ഈ അദ്വൈത ബോധം തൻ്റെ ഉണ്മ വിളിച്ചറിയിക്കുകയാണ്. എങ്ങനെ? സ്ഥൂലാദി പ്രപഞ്ച ദൃശ്യങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട്. ബോധമുണ്ടോ? പ്രപഞ്ചമുണ്ട്. ബോധമില്ലേ? പ്രപഞ്ചമില്ല. ഈ വസ്തുത ധരിച്ചാൽ മുഴുവൻ ദ്വൈത പ്രപഞ്ചവും അദ്വൈത ബോധത്തിലാണ് പ്രകാശിക്കുന്നതെന്ന് ആ നിമിഷം തെളിയുന്നതാണ്. മേഘത്തിൻ്റെയും മറ്റും പ്രകാശിക്കൽ സൂര്യൻ്റെ പ്രകാശിക്കൽ വിളിച്ചറിയിക്കുന്നു. എങ്ങനെ? സൂര്യൻ പ്രകാശിച്ചാൽ മേഘം പ്രകാശിക്കും. സൂര്യൻ പ്രകാശിക്കുന്നില്ലേ, മേഘം തുടങ്ങിയവ പ്രകാശിക്കുകയില്ല. അങ്ങനെ സ്ഥൂലാദി ജഡങ്ങളെ പ്രകാശിപ്പിക്കുന്നു എന്ന് വച്ച് അവയുടെ കളങ്കമൊന്നും ബോധത്തെ സ്പർശിക്കുന്നില്ല. 62 ശ്ലോകം. സർവപ്രകാശകോ ഭാനുഃ പ്രകാശൈർനൈവ ദൂഷ്യത്തെ സർവപ്രകാശകോ ഹ്യാത്മാ സർവൈസ്തദ്വന്ന ദൂഷ്യത്തെ. സർവപ്രകാശകഃ ഭാനുഃ, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യൻ പ്രകാശ്യൈഹി, പ്രകാശിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങളാൽ ദൂഷ്യതേന ഏവ, കളങ്കപ്പെടുന്നില്ല തന്നെ. തദ്വത്, അതുപോലെ സർവപ്രകാശകഃ ആത്മാ, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ബോധം സർവൈഹി ന ദൂഷ്യത്തെ, സർവൈസ്തദ്വന്ന ദൂഷ്യത്തെ, സർവൈഹി ന ദൂഷ്യത്തെ, ഒന്നുകൊണ്ടും കളങ്കപ്പെടുന്നതേയില്ല. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യൻ പ്രകാശിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങളാൽ കളങ്കപ്പെടുന്നതേയില്ല. അതുപോലെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ബോധം ഒന്നുകൊണ്ടും കളങ്കപ്പെടുന്നതേയില്ല. സർവൈർന ദൂഷ്യത്തെ, ബോധം ഒന്നുകൊണ്ടും കളങ്കപ്പെടുന്നില്ല. ബോധത്തിൻ്റെ സാക്ഷി സ്ഥിതി നാം നേരത്തെ ചർച്ച ചെയ്തതാണല്ലോ. പ്രപഞ്ചമായി കാണപ്പെടുന്ന എല്ലാ ദൃശ്യങ്ങളെയും ഉള്ളതാക്കി പ്രകാശിപ്പിക്കുന്നത് ബോധമാണ്. ആകൃതിഭേദം, നിറഭേദം, ജനനം, മരണം, വികാരം തുടങ്ങിയ വിവിധ ഭാവങ്ങളുള്ളവയാണ് ജഡങ്ങൾ. എന്നാൽ മാറി മാറി വരുന്ന ഈ ഭാവങ്ങളൊന്നും ബോധത്തെ ലേശവും കളങ്കപ്പെടുത്തുന്നില്ല. ഏതുപോലെ? പ്രകാശിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങളുടെ കുറവുകളൊന്നും സൂര്യനെ ബാധിക്കാതിരിക്കുന്നത് പോലെ. അതിരിക്കട്ടെ, ജീവാത്മാവിന് പല കളങ്കങ്ങളും വന്നുചേരുന്നതായി തോന്നുന്നുണ്ടല്ലോ. അത് സാരമില്ല. ജീവാത്മാവ് വെറും പ്രതിബിംബബോധമാണെന്ന് നേരത്തെ വിവരിച്ചതല്ലേ. 63 ശ്ലോകം. മുകുരസ്ഥം മുഖം യദ്വത് മുഖവത് പ്രഥമേ മൃഷ ബുദ്ധിസ്ഥാഭാസകസ്തദ്വത് ആത്മവത് പ്രഥതേ മൃഷ. മുകുരസ്ഥം മുഖം, കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന മുഖം, യദ്വത് ഏതുപോലെയാണോ, മൃഷ മുഖവത് പ്രഥതേ,
വെറുതെ സാക്ഷാത് മുഖം പോലെ തന്നെ കാണാനിട വരുന്നത് തദ്വത് അതുപോലെ ബുദ്ധിസ്ഥാഭാസക ബുദ്ധിയിൽ പ്രതിബിംബിക്കുന്ന ബോധം മൃഷ വെറുതെ ആത്മവത് സാക്ഷാത് ശുദ്ധബോധത്തെപ്പോലെ പ്രഥത്തെ തോന്നാനിടവരുന്നു. കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന മുഖം ഏതുപോലെയാണോ വെറുതെ സാക്ഷാത് മുഖം പോലെ തന്നെ കാണാനിടവരുന്നത്, അതുപോലെ ബുദ്ധിയിൽ പ്രതിബിംബിക്കുന്ന ബോധം സാക്ഷാത് ശുദ്ധബോധം പോലെ കാണാനിടവരുന്നു. ആത്മവത് പ്രഥതേ മൃഷ ബുദ്ധിയിലെ പ്രതിബിംബ ബോധമായ ജീവാത്മാവ് സാക്ഷാത് ശുദ്ധബോധം പോലെ കാണാനിടവരുന്നു. ഏതുപോലെ? കണ്ണാടിയിലെ പ്രതിബിംബ മുഖം സാക്ഷാത് മുഖമായി തോന്നാനിടവരുന്നത് പോലെ. അപ്പോൾ കണ്ണാടിക്കുള്ള കേടുപാടുകളും അഴുക്കുകളുമൊക്കെ മുഖത്തിനുമുള്ളതായി തോന്നിയെന്നു വരും. അതുപോലെ ബുദ്ധിയുടേതായ ജനന മരണ ഭ്രമങ്ങളും കാമക്രോധാദി കളങ്കങ്ങളുമൊക്കെ പ്രതിബിംബ ബോധമായ ജീവനുമുള്ളതായി തോന്നാനിടവരുന്നു. വാസ്തവത്തിൽ ഉപാധിഗതങ്ങളായ അത്തരം ദോഷങ്ങൾ പ്രതിബിംബത്തെപ്പോലും ബാധിക്കുന്നില്ലെന്ന് നേരത്തെ നാം ചർച്ച ചെയ്ത് ഉറപ്പിച്ചതാണല്ലോ. ജനന മരണങ്ങളെല്ലാം ഇങ്ങനെ ജീവാത്മാവിനുണ്ടെന്ന് തോന്നുന്ന ഭ്രമങ്ങൾ മാത്രം. മുകുരസ്ഥസ്യ നാശേന മുഖനാശോ ഭവേത് കഥം ബുദ്ധിസ്ഥാഭാസനാശേന നാശോ നൈവാത്മനഃ ക്വചിത്. 64-ാം ശ്ലോകം. മുകുരസ്ഥസ്യ നാശേന കണ്ണാടിയിലെ പ്രതിബിംബ മുഖം ഇല്ലാതായി എന്നുവെച്ച് മുഖനാശ കഥം ഭവേത് സാക്ഷാത് മുഖത്തിന് നാശം എങ്ങനെ വരാനാണ്? ബുദ്ധിസ്ഥാഭാസ നാശേന അതുപോലെ ബുദ്ധിയിലെ പ്രതിബിംബ ബോധം ഇല്ലാതായി എന്നുവെച്ച് ആത്മനഃ സാക്ഷാത് ശുദ്ധബോധത്തിന് ക്വചിത് നാശഃ ന ഏവ ഒരിടത്തും നാശം സംഭവിക്കുന്നില്ല തന്നെ. കണ്ണാടിയിലെ പ്രതിബിംബ മുഖം ഇല്ലാതായി എന്നുവെച്ച് സാക്ഷാത് മുഖത്തിന് നാശം എങ്ങനെ വരാനാണ്? അതുപോലെ ബുദ്ധിയിലെ പ്രതിബിംബ ബോധം ഇല്ലാതായി എന്നുവെച്ച് സാക്ഷാത് ശുദ്ധബോധത്തിന് ഒരിടത്തും നാശം സംഭവിക്കുന്നില്ല തന്നെ. വാസ്തവത്തിൽ ബുദ്ധി തുടങ്ങിയ ജഡദൃശ്യങ്ങളും അവയിൽ പ്രതിബിംബിക്കുന്ന ജീവബോധവും ഉൾപ്പെട്ട ജഗത്ത് മുഴുവൻ ശുദ്ധബോധത്തിലെ വെറും ഭ്രമദൃശ്യം മാത്രമാണെന്ന് കാണേണ്ടതാണ്. 65-ാം ശ്ലോകം. താമ്രകൽപ്പിതദേവാദിസ്താമ്രാധന്യ ഇവ സ്ഫുരേത് പ്രതിഭാസ്യാദിരൂപേണ തഥാത്മോത്ഥമിദം ജഗത് തഥാത്മോത്ഥമിദം ജഗത്. താമ്രകൽപ്പിത ദേവാദി ചെമ്പിൽ കൊത്തിയിരിക്കുന്ന ദേവരൂപവും മറ്റും താമ്രാത് ചെമ്പിൽ നിന്നും അന്യഹ ഇവ ഭിന്നമെന്ന പോലെ സ്ഫുരേത് തോന്നാനിടവരുന്നു. തഥാ അതുപോലെ പ്രതിഭാസ്യാദിരൂപേണ ദൃശ്യരൂപമായി കാണപ്പെടുന്ന ഇതം ജഗത് ഈ പ്രപഞ്ചം ആത്മോത്ഥം ആത്മാവിൽ തന്നെ കൽപ്പിതമാണെന്നറിയേണ്ടതാണ്. ചെമ്പിൽ കൊത്തിയിരിക്കുന്ന ദേവരൂപവും മറ്റും ചെമ്പിൽ നിന്നും ഭിന്നമെന്ന പോലെ തോന്നാനിടവരുന്നു. അതുപോലെ ദൃശ്യരൂപമായി കാണപ്പെടുന്ന ഈ പ്രപഞ്ചം ആത്മാവിൽ തന്നെ കൽപ്പിതമാണെന്നറിയേണ്ടതാണ്. തഥാ ആത്മോത്ഥമിതം ജഗത് അതുപോലെ ഈ ജഗത്ത് ബോധത്തിൽ കൽപ്പിതമാണെന്ന് കാണേണ്ടതാണ്. ഏതുപോലെ? ചെമ്പിൽ കൊത്തിയിരിക്കുന്ന ദേവരൂപം പോലെ. ചെമ്പിലെ ദേവരൂപം ചെമ്പല്ലാതെ മറ്റൊന്നുമല്ല. എന്തുകൊണ്ട്? ചെമ്പില്ലേ, ദേവരൂപമില്ല. അതുകൊണ്ട്. അതുപോലെ ദൃക്കായ ബോധത്തിലെ ദൃശ്യമെല്ലാം ബോധം തന്നെ. എന്തുകൊണ്ട്? ദൃക്കായ ബോധമില്ലെങ്കിൽ ദൃശ്യമൊന്നുമില്ല. അതുകൊണ്ട് ദേവരൂപമില്ലെങ്കിലും ചെമ്പ് ബാക്കി നിൽക്കും. അതുപോലെ ദൃശ്യപ്രപഞ്ചമില്ലെങ്കിലും ദൃക്കായ ബോധം പൂർണ്ണരൂപത്തിൽ ബാക്കി നിൽക്കുകയും ചെയ്യും. ഒന്നിൽ കൽപ്പിക്കപ്പെടുന്നതാണ് ഭേദമെല്ലാം. ഭേദമെല്ലാം മാറിയാലും ഒന്ന് ബാക്കി നിൽക്കും. 66-ാം ശ്ലോകം. ഈശ ജീവാത്മവദ്ഭാതി യഥൈകമപിതാക്രമം ഏകോപ്യാത്മാ തഥൈവായമീശ ജീവാദിവൻ മൃഷ. യഥാ എപ്രകാരമാണോ ഏകം അപിതാക്രമം ഒരേ ചെമ്പ് തകിടു തന്നെ ഈശ ജീവാത്മവദ്ഭാതി ഈശ്വരൻ്റെയും ജീവാത്മാവിൻ്റെയും കൽപ്പിത രൂപങ്ങളോടുകൂടി കാണപ്പെടുന്നത്
തഥാ ഏവ അതുപോലെ തന്നെ ഏകഹ അപി അയം ആത്മാ ഒന്നാണെങ്കിലും ഈ ബോധം മൃഷ വെറുതെ ഈശ ജീവാദിവത് ഈശ്വരൻ ജീവൻ ജഗത്ത് എന്നിവയോട് കൂടിയതായി കാണപ്പെടുന്നു. എപ്രകാരമാണോ ഒരേ ചെമ്പ് തവിട് തന്നെ ഈശ്വരൻ്റെയും ജീവാത്മാവിൻ്റെയും കൽപ്പിത രൂപങ്ങളോട് കൂടി കാണപ്പെടുന്നത്, അതുപോലെ ഒന്നാണെങ്കിലും ഈ ബോധം വെറുതെ ഈശ്വരൻ ജീവൻ ജഗത്ത് എന്നിവയോട് കൂടിയതായി കാണപ്പെടുന്നു. ഈശ ജീവാദിവൻ മൃഷ ഒരേ ബോധം ഈശ്വരൻ ജീവൻ ജഗത്ത് എന്നീ ഭേദങ്ങളോട് കൂടിയതുപോലെ കാണപ്പെടുന്നു. ഏതുപോലെ? ഒരേ ചെമ്പ് തകിടിൽ ഈശ്വരൻ്റെയും ജീവാത്മാവിൻ്റെയും രൂപങ്ങൾ കൊത്തിയിരിക്കുന്നു എന്ന് കരുതുക. തകിടല്ലാതെ അവിടെ മറ്റൊന്നുമില്ല. എങ്കിലും ആ തകിട് ഈശ ജീവഭേദങ്ങളോട് കൂടിയതുപോലെ കാണപ്പെടുന്നു. അതുപോലെ ലോകത്ത് കാണപ്പെടുന്ന ഈശ ജീവ ജഗത് ഭേദങ്ങളെല്ലാം ബോധമാകുന്ന ഒരേ ചെമ്പ് തകിടിൽ കൽപ്പിച്ചിരിക്കുന്ന രൂപഭേദങ്ങൾ മാത്രം. ഈ ഭേദമൊക്കെ മാറിയാലും ബോധം അഖണ്ഡമായി ബാക്കി നിൽക്കും. യഥേശ്വരാദിനാശേന താമ്രനാശോ ന വിദ്യത്തെ തഥേശ്വരാദിനാശേന നാശോ നൈവാത്മനഃ സദാ. യഥാ ഏതുപോലെയാണോ ഈശ്വരാദിനാശേന ഈശ്വരൻ്റെയും മറ്റും രൂപങ്ങൾ മാച്ചു കളഞ്ഞാലും താമ്രനാശഃ ന വിദ്യത്തെ ചെമ്പുതകിടിന് നാശമില്ലാത്തതായിരിക്കുന്നത്, തഥാ അതുപോലെ ഈശ്വരാദിനാശേന ഈശ്വരാദി കൽപ്പിത രൂപങ്ങൾ മാഞ്ഞു മറഞ്ഞാലും ആത്മനഃ നാശഃ ആത്മാവിന് നാശം സദാ ന ഏവ ഒരിക്കലും സംഭവിക്കുന്നില്ല. ഏതുപോലെയാണോ ഈശ്വരൻ്റെയും മറ്റും രൂപങ്ങൾ മാച്ചു കളഞ്ഞാലും ചെമ്പുതകിടിന് മാറ്റമില്ലാതിരിക്കുന്നത്, ചെമ്പുതകിടിന് നാശമില്ലാതിരിക്കുന്നത്, അതുപോലെ ഈശ്വരാദി കൽപ്പിത രൂപങ്ങൾ മാഞ്ഞു മറഞ്ഞാലും ആത്മാവിന് നാശം ഒരിക്കലും സംഭവിക്കുന്നില്ല. നാശോ നൈവ ആത്മനഃ സദാ ആത്മാവിന് നാശം ഒരിക്കലും സംഭവിക്കുന്നില്ല. എപ്പോൾ? ഈശ്വര ജീവ ജഗത് ഭേദങ്ങൾ മാഞ്ഞു മറഞ്ഞാലും സങ്കല്പങ്ങളെ ഒഴിച്ചുമാറ്റി ഈശ്വര ജീവ ജഗത് ഭേദങ്ങളൊന്നുമില്ലാത്ത ശുദ്ധ അഖണ്ഡ ബോധരൂപം സഹസ്രാബ്ദങ്ങളായി ഭാരതീയരായ ഋഷിമാർ പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെട്ടു പോരുന്ന വസ്തുതയാണ്. ജഗത്തായി കാണപ്പെടുന്നതെല്ലാം വെറും ആരോപിത ഭ്രമം മാത്രം. അധ്യസ്തോ രജ്ജുസർപ്പോയം സത്യവത് രജ്ജുസത്തയ തഥാ ജഗദിദം ഭാതി സത്യവത് സ്വാത്മസത്തയ. അധ്യസ്ഥ ആരോപിച്ചു കാണുന്ന അയം രജ്ജുസർപ്പ ഈ കയറിലെ സർപ്പം രജ്ജുസത്തയ സത്യവത് കയറുള്ളതുകൊണ്ടാണ് ഉള്ളതുപോലെ കാണപ്പെടുന്നത്. തഥാ അതുപോലെ സ്വാത്മസത്തയ ശുദ്ധബോധ സത്യം ഉള്ളതുകൊണ്ടാണ് ഇതം ജഗത് ഈ പ്രപഞ്ചം സത്യവത് ഉള്ളതുപോലെ ഭാതി പ്രകാശിക്കുന്നത്. ആരോപിച്ചു കാണുന്ന ഈ കയറിലെ സർപ്പം കയറുള്ളതുകൊണ്ടാണ് ഉള്ളതുപോലെ കാണപ്പെടുന്നത്. അതുപോലെ ശുദ്ധബോധ സത്യം ഉള്ളതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഉള്ളതുപോലെ പ്രകാശിക്കുന്നത്. സത്യവത് ഭാതി ഉള്ളതുപോലെ പ്രകാശിക്കുന്നു. എന്ത്? ഈ ആരോപിത പ്രപഞ്ചം. എന്തുകൊണ്ട്? ശുദ്ധബോധമുള്ളതുകൊണ്ട്. ഏതുപോലെ? കയറുള്ളതുകൊണ്ട് ആരോപിത സർപ്പമുള്ളതുപോലെ കാണപ്പെടുന്നു. കയറില്ലെന്ന് കരുതുക, സർപ്പം കാണപ്പെടുമോ? തീർച്ചയായുമില്ല. അതുപോലെ ബോധം എന്ന രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്ന വസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ജഗത്തിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. പിന്നെ ചിന്തിക്കാൻ തന്നെ ആരുണ്ടാവും? ബോധമില്ലെങ്കിൽ പിന്നെ ജഗത്ത് ശുദ്ധശൂന്യം. അതുകൊണ്ട് ബോധം സത്യം, ജഗത്ത് അതിലെ വെറും ആരോപിത ഭ്രമം. 69 ശ്ലോകം. അധ്യസ്ഥാഹേരഭാവേന രജ്ജുരേവാവശിഷ്യത്തെ തഥാ ജഗദഭാവേന സദാത്മൈവാവശിഷ്യത്തെ. അധ്യസ്ഥാഹേഹേ ആരോപിച്ചിരിക്കുന്ന പാമ്പ് അഭാവേന ഇല്ലാതായാൽ രജ്ജുഹു ഏവ കയറുമാത്രം അവശിഷ്യത്തെ അവശേഷിക്കുന്നു. തഥാ അതുപോലെ ജഗദഭാവേന കൽപ്പിതമായ ജഗത്തില്ലാതായാൽ
സദാ ആത്മായേവ എപ്പോഴും ബോധം മാത്രം അവശേഷിക്കുന്നു. ആരോപിച്ചിരിക്കുന്ന പാമ്പ് ഇല്ലാതായാൽ കയറുമാത്രം അവശേഷിക്കുന്നു. അതുപോലെ കൽപ്പിതമായ ജഗത്തില്ലാതായാൽ എപ്പോഴും ബോധം മാത്രം അവശേഷിക്കുന്നു. സദാ ആത്മൈവ അവശിഷ്യതേ എപ്പോഴും ആത്മാവ് മാത്രം അവശേഷിക്കുന്നു. ഏതുപോലെ കയറിലെ പാമ്പില്ലാതായാൽ കയറു മാത്രം അവശേഷിക്കുന്നത് പോലെ എവിടെയും വസ്തുദർശനം കൊണ്ടേ ഭ്രമമകലൂ. കയറ് കണ്ടാൽ കയറിലെ പാമ്പില്ലാതാകും. അതുപോലെ ബോധാനുഭവം പൂർണ്ണമായാൽ അതിൽ കൽപ്പിതമായ ജഗത് ഭ്രമം ഇല്ലാതാകും. ഭ്രമവും വസ്തുദർശനവും ഇനി മറ്റു ചില ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുകൂടി വ്യക്തമാക്കപ്പെടുന്നു. 70-ാം ശ്ലോകം. സ്ഫടികേ രക്തദായവധു സ്ഫടികേ രക്തദായദ്വദുപാധേർനീലതാംബരേ യഥാ ജഗദിദം ഭാതി തഥാ സത്യമിവാദ്വയേ. യദ്വത് സ്ഫടികേ ഏതുപോലെയാണോ കണ്ണാടിയിൽ ഉപാധേഹേ ഉപാധിയുടെ രക്തത രക്തനിറം യഥാ ഏതുപോലെയാണോ അംബരേ ആകാശത്തിൽ നീലത നീലനിറം തഥാ അതുപോലെ ഇതം ജഗത് ഈ ജഗത്ത് അദ്വയേ രണ്ടില്ലാത്ത അഖണ്ഡബോധത്തിൽ സത്യമിവ ഭാതി സത്യമെന്ന പോലെ തോന്നുന്നു. ഏതുപോലെയാണോ കണ്ണാടിയിൽ ഉപാധിയുടെ രക്തനിറം, ഏതുപോലെയാണോ ആകാശത്തിൽ നീലനിറം, അതുപോലെ ഈ ജഗത്ത് രണ്ടില്ലാത്ത അഖണ്ഡബോധത്തിൽ സത്യമെന്ന പോലെ തോന്നുന്നു. സത്യമിവ അദ്വയേ രണ്ടില്ലാത്ത അഖണ്ഡബോധത്തിൽ സത്യമെന്ന പോലെ തോന്നുന്നു. എന്ത്? ഈ ജഗത്ത്. ഏതുപോലെ? ആകാശത്തിൽ മുകളിലായി ഒരു നീല മേൽക്കട്ടി സത്യമെന്ന് തോന്നുന്നത് പോലെ കണ്ണാടിയിൽ അടുത്തിരിക്കുന്ന പൂക്കളുടെയും മറ്റും രക്തനിറം പകർന്നിട്ട് സത്യമാണെന്ന് തോന്നുന്നത് പോലെ. 71-ാം പദ്യം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.